രണ്ടാമത്തെ ഖലീഫ ഉമർ ഖത്താബാണ്. ഉമർ ഖത്താബിനെ അധികാരത്തിൽ അവരോധിച്ചത് ഖുർആനിക വചനങ്ങളെ ആസ്പദിച്ചല്ല, കരപ്രമാണിമാരുമായി ചർച്ച നടത്തി ഒരു ഏകോപനത്തിലെത്തിയിട്ട. അധികാരത്തിൽ ആളെ കയറ്റാൻ ഇസ്ലാമിൽ വ്യവസ്ഥയില്ല. ഇനി അധികാരത്തിലേറിയവനെ അധികാരത്തിൽ നിന്നും ഇറക്കാൻ ഇസ്ലാമിൽ വ്യവസ്ഥയുണ്ടോ? ഇല്ല. പരിശുദ്ധ ഖുർആൻ ഞങ്ങളൊക്കെ കുറെ തവണ വായിച്ചു നോക്കിയതാ. ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ പരിമിതമായെങ്കിലും പരിശുദ്ധ ഖുർആനെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഖുർആൻ വായിച്ചവർക്കറിയാം, ഏറ്റവും വലിയ സൂറത്ത്, വലിയ അധ്യായം അൽ ബഖറ, 286 ആയത്ത്. പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും ചെറിയ സൂറത്ത്, ഏറ്റവും ചെറിയ അധ്യായം അൽ കൗസർ, 3 ആയത്തേ ഉള്ളൂ. അൽ കൗസറിലോ അൽ ബഖറയിലോ പറയുണ്ടോ അധികാരത്തിലേക്ക് ആളെ കയറ്റാൻ? അരക്കഷ്ണം ആയത്തില്ലട്ടോ. അധികാരത്ത് നിന്ന് ആളെ ഇറക്കാൻ അരക്കഷ്ണം ആയത്തുണ്ടോ പരിശുദ്ധ ഖുർആനിൽ? ഇല്ല. മൂന്നാമത്തെയും നാലാമത്തെയും ഖലീഫ അലിയും ഉസ്മാനും രണ്ടുപേരും കൊല ചെയ്യപ്പെടുകയായിരുന്നു. ഒരാൾ കല്ലെറിഞ്ഞ് മറ്റൊരാൾ കഴുത്തുവെട്ടി. തർക്കിക്കാൻ ഞങ്ങളില്ലട്ടോ. എന്തേ അങ്ങനെയായത്? പ്രപഞ്ചത്തെക്കുറിച്ച് സമഗ്രവും സർവ്വതല സ്പർശിയുമായ ദർശനം മുന്നോട്ട് വെക്കുന്ന ഗ്രന്ഥമാണ് മുസ്ലിം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ. എങ്കിൽ എന്തേ അള്ളാഹുവിൽ നിന്നും അവതീർണമാക്കപ്പെട്ട കൽപ്പനകളിൽ ഒന്ന് അരക്കഷ്ണം അധികാര സംബന്ധമായി ഉണ്ടായില്ല എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ. ഇസ്ലാം, പരിശുദ്ധ ഖുർആൻ, നബിവചനങ്ങൾ നമ്മോട് കൽപ്പിക്കുന്നത് അധികാരത്തിന്റെ അന്തഃപുരങ്ങളിൽ സംസാരിച്ച് നേരം കളയാനല്ല, ആത്മീയതയുടെ ആകാശങ്ങളിൽ പരിലസിക്കാനാണ്, വിടർന്നു വികസിക്കാനാണ്. ഇതാണ് ഇസ്ലാമിന്റെ രാഷ്ട്രീയം. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ തലവൻ അബൂൽ ഔല മൗദൂദി പറയുന്നത് ഇസ്ലാം അധികാരത്തിനു വേണ്ടിയാണ് എന്നാണ്. ഇനി ഇസ്ലാമിക ഭീകരവാദികളുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും നിർദ്ദേശമനുസരിച്ച് ഇസ്ലാം ലോകത്തിന്റെ അധികാരം കൈയടക്കി എന്ന് വെക്കുക. അങ്ങനെ വെക്കാം. സ്വപ്നം കാണുമ്പോൾ കട്ടൻ ചായയും ബിസ്ക്കറ്റും തന്നെ ആക്കണ്ടല്ലോ. എക്സ്ട്രാ കഷ്ണം വെച്ച കോഴി ബിരിയാണി തന്നെ കാണാം. രാവിലെ എണീറ്റ് പണിക്ക് പോയാൽ മതിയല്ലോ, ഉറക്കത്തിലല്ലേ. ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയുന്നത് പോലെ ലോകത്തിന്റെ ചുമതല, അധികാരം ഇസ്ലാമിന് കിട്ടിയെന്ന് വിചാരിക്കുക. ആരുടെ ഭരണമായിരിക്കും? സഖാക്കളെ, നിങ്ങൾക്കെല്ലാം അറിയാം, ഇസ്ലാമിലും അവാന്തര വിഭാഗങ്ങൾ അനവധിയാണ്. രണ്ടാണ് പ്രധാനപ്പെട്ട വിഭാഗം, ഷിയാക്കൾ, സുന്നികൾ. ഈ രണ്ട് വിഭാഗങ്ങളിലും മദ്ഹബുകൾ വേറെയാണ്. ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി, ഒത്തിയിൽ 4, അപ്പുറത്ത് വേറുണ്ട്. നമ്മളിഞ്ഞ് വയലിൽ പറഞ്ഞ് നേരം പോക്കണ്ട, കുട്ടേട്ടന്റെ കാര്യം പറയാൻ നമുക്ക് നേരം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇതിലേത് മദ്ഹബിന്റെയാണ് ഭരണം, ആരുടേതാണ് നിലപാട്? ലോക മുസ്ലിങ്ങൾക്കിടയിൽ ഹിമവൽ ശൃംഗങ്ങളോളം ഉയർന്നു നിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പ്രായോഗികമായും ദാർശനികമായും. പ്രാർത്ഥിക്കുമോ നെഞ്ചത്താണോ കൈകെട്ടി പിടിക്കേണ്ടത്, വയറ്റത്തമർത്തി പിടിക്കുകയാണോ വേണ്ടത്? തർക്കം നടക്കുക. 21 CD ഞാൻ കണ്ടുനോക്കി, നമുക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. മയ്യത്ത് കബറെടുക്കുമ്പോൾ കല്ല് കിവിലക്ക് നേരെ വെക്കണോ, അല്ലാതെ പറയാൻ വരുന്ന അപ്പുറത്തെ ഗ്രൂപ്പിൽപ്പെട്ട മൗലവിന്റെ അണ്ണാക്കിലേക്ക് കയറ്റണോ? നിന്റെ നാട്ടിൽ തർക്കം നടക്കുക. ഞങ്ങൾക്കതിൽ താല്പര്യമില്ല. എന്തുകൊണ്ട്? അരിക്ക് വില കുറയണം, പെട്രോളിന് വില കൂടരുത് എന്ന് പറഞ്ഞ് പോസ്റ്റ് ഓഫീസ് പിക്കറ്റിംഗ് വെക്കാൻ ഞങ്ങൾക്ക് ഡേറ്റ് ഇല്ല. എന്നിട്ടല്ലേ ഇതിന്റെ തർക്കത്തിനൊക്കല്? ഞാനെന്റെ വിശദാംശങ്ങളിൽ പോണില്ല. പറഞ്ഞു വന്നത്, ഇസ്ലാം അധികാര രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഇസ്ലാമിക ഭീകരവാദികൾ നമ്മോട് പറയുന്നത് ഈ രാജ്യത്തെ വഞ്ചിക്കാനാണ്. അബൂൽ ഔല മൗദൂദിയുടെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമുണ്ട്, മുസൽമാൻ ഓർ മൗജൂദ സിയാസി കശ്മകശ് എന്നാണ് പുസ്തകത്തിന്റെ പേര്. ഉറുദു എന്ന് മലയാളത്തിലാക്കിയാൽ മുസ്ലിങ്ങളും സമകാലീന വെല്ലുവിളികളുന്ന മുസൽമാൻ ഓർ മൗജൂദ സിയാസി കശ്മകശ്. അതിൽ അദ്ദേഹം പറയുന്ന വാചകം, രാജ്യത്തിനു വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരായി നടത്തുന്ന പോരാട്ടം തെറ്റാണ്, അനിസ്ലാമികമാണ്, തൗഹീദിനെതിരാണ്. കാരണം എന്താ? വെള്ളക്കാരനായ അമുസ്ലിമിന്റെ കയ്യിൽ നിന്ന് ഇന്ത്യക്കാരനായ അമുസ്ലിമിന്റെ കൈകളിലേക്ക് അധികാരം കൈമാറ്റം ചെയ്യപ്പെടാനുള്ള വൃഥാ വ്യായാമമാണ് സ്വാതന്ത്ര്യ സമരം എന്നിരിക്കെ അതിൽ പങ്കെടുക്കുന്നിടത്തോളം മോശപ്പെട്ട മറ്റൊന്നില്ലെന്നറിയുക. മുസൽമാൻ ഓർ മൗജൂദ സിയാസി കശ്മകശ്. മൂപ്പരുടെ വേറെ പുസ്തകമുണ്ട്, തെഹ്രീക്കെ ആസാദി ഓർ മുസൽമാൻ, സ്വാതന്ത്ര്യ സമരവും മുസ്ലിങ്ങളുന്ന ആ പുസ്തകത്തിന്റെ മലയാളം. ആ പുസ്തകത്തിലും അദ്ദേഹം പറയുന്നത് ഇതേ മുദ്രാവാക്യവും നിലപാടാണ്. വിസ്താര ഭയത്താൽ ഞാനത് ഒഴിവാക്കുകയാണ്. പറഞ്ഞു വന്നത്, ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത, മുസ്ലിം മതവിശ്വാസത്തിന്റെ മരണം വിധിക്കുന്ന, ഇസ്ലാമിക മതചര്യകളെ പൂർണ്ണമായും വ്യഭിചരിക്കുന്ന, വർഗീയ വിധ്വംസക നിലപാടുകൾക്കും തീവ്രവാദ കുലാക്കുകൾക്കും കുടിലുകെട്ടി കൂകിയാർക്കാൻ അവസരം കൊടുക്കുന്ന ലോകത്തിലെ എല്ലാ ഇസ്ലാമിക മതഭീകരവാദ പ്രസ്ഥാനങ്ങളുടെയും തലതൊട്ടപ്പനും തമ്പുരാനും എന്ന് വിശേഷിപ്പിക്കാവുന്ന ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ പോരാട്ടം നാം അഭംഗുരം തുടരണം, അനവരതം സംഘടിപ്പിക്കണം. ഇതാണ് CPIM നിലപാട്. ഞാൻ വിശദാംശങ്ങളിൽ പോണില്ല. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത, മുസ്ലിം മതവിശ്വാസത്തിന്റെ മരണം വിധിക്കുന്ന, ഇസ്ലാമിക മതചര്യകളെ പൂർണ്ണമായും വ്യഭിചരിക്കുന്ന, വർഗീയ വിധ്വംസക നിലപാടുകൾക്കും തീവ്രവാദ കുലാക്കുകൾക്കും കുടിലുകെട്ടി കൂകിയാർക്കാൻ അവസരം കൊടുക്കുന്ന ലോകത്തിലെ എല്ലാ ഇസ്ലാമിക മതഭീകരവാദ പ്രസ്ഥാനങ്ങളുടെയും തലതൊട്ടപ്പനും തമ്പുരാനും എന്ന് വിശേഷിപ്പിക്കാവുന്ന ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ പോരാട്ടം നാം അഭംഗുരം തുടരണം, അനവരതം സംഘടിപ്പിക്കണം. ഇതാണ് CPIM നിലപാട്. ഞാൻ വിശദാംശങ്ങളിൽ പോണില്ല. ഇന്ത്യ രാജ്യത്ത്, കേരളത്തിൽ
ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഇസ്ലാമിക തീവ്രവാദ മതരാഷ്ട്രവാദ പ്രസ്ഥാനങ്ങളെ കൂട്ടുപിടിക്കുന്നവരുടെ കൂട്ടത്തിൽ നിർഭാഗ്യവശാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ട്. വിശദാംശങ്ങളിൽ പോയാൽ നേരം പോവും. മുസ്ലിം ലീഗിന്റെ നിലപാട് മറ്റെല്ലാ വർഗീയ പ്രസ്ഥാനങ്ങളെയും എന്നതുപോലെ മുസ്ലിം ലീഗിനെ വിമർശിച്ചാൽ മുസൽമാനെ വിമർശിക്കലായി വ്യാഖ്യാനിച്ചു കളയും. മനസ്സിലായി നിങ്ങൾക്ക്? അപ്പൻ വേറെ ഔസേപ്പച്ചൻ വേറെ, രണ്ടും രണ്ടാണ്. കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി കുറച്ചു മാസം മുമ്പ്, 2 മാസം മുമ്പ് ഒരു രാഷ്ട്രീയ പ്രശ്നത്തോട് പ്രതികരിക്കവേ ബഹുമാന്യനായ പാണക്കാട്ട് തങ്ങളെന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനെ വിമർശിച്ചു. 2 വാക്ക് പറഞ്ഞു. നമ്മളെ നാട്ടിൽ എന്തായിരുന്നു ബഹളം, പടച്ചോനെ. ആത്മീയ നേതാവിനെ അപഹസിച്ചു. ഇല്ല, 300 ചില്ലാനും പള്ളിയുടെ കാളിയാരാണ് ആദരണീയനായ പാണക്കാട്ട് തങ്ങള്. പക്ഷേ പണ്ടാറടക്കാൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ വടക്ക് കമ്പനിയുടെ പ്രസിഡന്റും കൂടിയ മൂപ്പര്. അത് മൂപ്പരാലോചിക്കണ്ടേ? ചണ്ടിക്കൂമ്പാരം കൊണ്ടിടുന്ന ഗ്രൗണ്ടിന്റെ മുന്നിൽ ചന്ദൻതിരി കത്തിച്ചു വെക്കരുത് എന്ന് കത്തിക്കണോൻ ആലോചിക്കണ്ടേ? ചണ്ടീന്റെ അടുത്ത് ചന്ദൻതിരി വെക്കരുത്, നാറ്റം കൂടും, മണം ഉണ്ടാവില്ല, ദുർഗന്ധം കൂടും, സുഗന്ധം വമിക്കില്ല. അത് തങ്ങൾ ആലോചിക്കണം. മുസ്ലിം ലീഗിന്റെ നിലപാട് എന്താ അറിയുങ്ങള്? തീവ്രവാദ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ കൂട്ടുപിടിച്ചാലും കുഴപ്പമില്ല, കമ്മ്യൂണിസ്റ്റുകാരുടെ കഥ കഴിക്കണം, മാർക്സിസ്റ്റുകാരുടെ യശസ് തകർക്കണം, ഇടതുപക്ഷത്തിന്റെ ശിരസ് പൊളിക്കണം. അത്രയുള്ളൂ. കണ്ടില്ലേ നിങ്ങള്? ഇസ്ലാമിക തീവ്രവാദികളോടൊപ്പം ചേർന്ന് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പലയിടത്തും ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിക്കുന്നു. ഇവിടെ തിരൂരെന്താ സ്ഥിതി എനിക്കറിയില്ല. കോഴിക്കോട്ടൊക്കെ തെരുവീഥികളിൽ മുസ്ലിം ലീഗിന്റെ പ്രകടനം നടക്കുമ്പോൾ, ഇനി പിറ്റേ ദിവസം SDPIയുടെ പ്രകടനം നടക്കുമ്പോൾ നമ്മൾ അന്തം വിട്ട് കുന്തം തിരിഞ്ഞു പോകും. ഏതാ SDPI, ഏതാ മുസ്ലിം ലീഗ് എന്ന് നമുക്ക് തിരിയൂല. നിങ്ങൾ നേന്ത്രപ്പഴം കണ്ടില്ലേ? എന്താ അതിന്റെ നിറം? മഞ്ഞ. പഴുക്കണതിന് മുമ്പ് നേന്ത്രക്കായുടെ നിറം എന്താ? പച്ച. പൂവങ്കായുടെ നിറം എന്താ? പച്ച. പൂവൻ പഴത്തിന്റെ നിറം എന്താ? പഴുത്ത മഞ്ഞ. മൈസൂർ പഴം, കുന്നംപഴം, ചെറിയ പഴം, ഏത് വാഴപ്പഴവും പഴുക്കുന്നതിന് മുമ്പ് പച്ചയാ, പഴുത്തു കഴിഞ്ഞാൽ മഞ്ഞയാ. എന്നാ പണ്ടാറടക്കാൻ റോബസ്റ്റ നോക്കി നിങ്ങള്. അൽഹംദുലില്ലാ, പഴുത്താലും പച്ച, പഴുത്തില്ലെങ്കിലും പച്ച. നമ്മൾ കുടുങ്ങിയില്ലേ? കെട്ടിത്തൂക്കിയ കടക്കാരൻ ബീരാൻകുട്ടിയാജി വാങ്ങാൻ വരുന്നവനോട് ചോദിക്കുകയാണ്, പഴുത്തോ പഴുത്തില്ലേ എന്ന് ഞെക്കിക്കോന്ന്. റോബസ്റ്റ അങ്ങനെയാ, ഞെക്കിയാലേ തിരിയുള്ളൂ. മുസ്ലിം ലീഗിന്റെ പ്രകടനത്തിലേക്ക് നോക്കുമ്പോ ഏതാണ്ട് റോബസ്റ്റ കൊലയിലേക്ക് നോക്കും പോലെയാ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കഥ കഴിക്കാനുള്ള വല്ലാത്ത തത്രപ്പാടിൽ, ആവേശത്തിമർപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ നടുപൊളിക്കാനുള്ള നെട്ടോട്ടത്തിൽ മുസ്ലിം ലീഗ് എടുക്കുന്ന പ്രവണത ഞങ്ങൾ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. തിരുത്തണം. തെരഞ്ഞെടുപ്പ് വന്നോട്ടെ. ഇതാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കുറച്ചു മാസം കഴിഞ്ഞാൽ വരും. അത് കഴിഞ്ഞ് ഒരു 5-8 മാസം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. എല്ലാ പഞ്ചായത്തുകളും ജയിച്ചോളി. 140 സീറ്റും മുസ്ലിം ലീഗും UDFും ജയിച്ചോട്ടെ. പക്ഷേ ഈ നാടുണ്ടാവണ്ടേ? ഇതാണ് CPMന്റെ നിലപാട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാൽ സൊസൈറ്റി അല്ല, പാർലമെന്റ് അല്ല, കിയാമന്നാൾ വരെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും തെരഞ്ഞെടുപ്പിൽ ജയിച്ചില്ലെങ്കിലും ശരിയുടെ ശിരസ്സു താഴ്ത്താൻ സന്നദ്ധമല്ല എന്ന് പഠിപ്പിച്ച പാർട്ടിയാണിത്. അങ്ങനെ പഠിപ്പിച്ച നേതാവാണ് സഖാവ് കുട്ടേട്ടൻ. അതാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഞങ്ങൾക്ക് 4 സീറ്റും 10 വോട്ടും അല്ല പ്രധാനം. ഈ രാഷ്ട്രീയത്തിന്റെ ഉറപ്പും ഉശിരും ഉളുപ്പുമാണ് എന്ന് ഉറക്കെ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആ രാഷ്ട്രീയം നാം തിരിച്ചറിയണം. മുസ്ലിം ലീഗ് മാത്രമല്ല കേട്ടോ, മതഭീകരവാദത്തെ എതിർക്കുമ്പോൾ, മതരാഷ്ട്രീയവാദത്തെ ചെറുക്കുമ്പോൾ അത് മതത്തിനെതിരായ വാദമാണെന്ന് പ്രചരിപ്പിച്ചു കളയും. അതിൽ RSSും SDPIയും മുസ്ലിം ലീഗും BJPയും ഒക്കെ കണക്കാ. ശബരിമലയിൽ സ്ത്രീകൾ കയറണോ കയറണ്ടേ എന്ന വിഷയം വന്നപ്പോൾ കേരളത്തിലെ തെരുവീഥികളിൽ 10,000-കണക്കിന് കുലസ്ത്രീകൾ കുറി തൊട്ട് കസവ് മുണ്ടു ചുറ്റി തെരുവിലിറങ്ങിയില്ലേ? എന്താ അതിന്റെ പേര്? പ്രകടനം, പ്രതിഷേധം അല്ല, നാമജപഘോഷയാത്ര. കോഴിക്കോട്ട് നാമജപഘോഷയാത്രയിൽ മുഴങ്ങിക്കേട്ട നാമം നിങ്ങളോടൊന്ന് പറയട്ടെ ഞാൻ. ഒറ്റക്കയ്യൻ ജയരാജ നിന്റെ മറ്റേ കയ്യും ഞങ്ങൾ എടുക്കും, പിണറായി വിജയ തെമ്മാടി നിന്നെ പിന്നെ കണ്ടോള. നല്ല നാമട്ടോ. ഞാൻ എന്റെ അമ്മൂമ്മയുടെ മടിയിൽ കിടന്നാണ് 3-ാം വയസ്സ് മുതൽ നാമം ജപിച്ചു തുടങ്ങിയത്. നമ ശിവായ, നാരായണായ നമ, അച്യുതായ നമ, അനന്തായ നമ, വിഷ്ണുവേ ഹരി. അതൊക്കെ കിടന്ന് പഠിച്ചതാ അമ്മമ്മേന്റെ മടിയിൽ. 8-ാം ക്ലാസ് മുതൽ വായിച്ച് പഠിക്കാൻ തുടങ്ങി. അന്ന് മുതൽ SFI ആയി. അതാ കുഴപ്പം. കിടന്ന് പഠിച്ച RSS ആവും, നിന്ന് ഇരുന്ന് വായിച്ചു പഠിച്ച SFI ആവും. അതാ അതിന്റെ കുഴപ്പമുള്ളത്. എന്താ നാമം എന്ന് പറഞ്ഞാൽ? ദൈവത്തെ വിളിക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ചേർക്കാനുള്ള ഉപചാര വാക്കാണ് നാമം. ഭഗവാനെ വിളിക്കുമ്പോൾ അങ്ങനെ വിളിക്കാൻ പറ്റൂ? ശിവന്റെ അമ്പലത്തിൽ പോയിട്ട് കൃഷ്ണൻകുട്ടിയാര മോൻ പെയിന്റിന്റെ പണിക്ക് പോണ ശിവ എന്ന് വിളിക്കാൻ പറ്റൂല. ഓം നമ ശിവായ അങ്ങനെ വിളിക്കാൻ പറ്റൂ. ഓം നമോ നാരായണായ നമ അതൊരു നാമാണ്. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഓം എരപ്പത്തൊടി കുറ്റിച്ചൂലം കണ്ടി കല്യാണിക്കുട്ടിയായ നമ? അത് തെണ്ടിത്തരാണ്. മതവിശ്വാസത്തിന്റെ മറയിൽ മതതീവ്രവാദത്തിനെതിരായ പ്രവർത്തനത്തെ മതവിമർശനമായി വ്യാഖ്യാനിക്കുന്നു. അതാണ് മുസ്ലിം ലീഗ് ചെയ്യുന്നത്. ഇസ്ലാം ആകണമെങ്കിൽ മുസ്ലിം ലീഗ് ആവണം. റഹ്മത്തുള്ള കാസിമിയുടെ വയല് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ലീഗാണ് ഇസ്ലാം, ഇസ്ലാമാണ് ലീഗ്. ലീഗും ദീനും രണ്ടല്ല, ഒന്നാണ്. ഇങ്ങനെയാ
ലീഗും ദീനും എങ്ങനെയാ ഒന്നാവണത്? പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ശ്രീ രവിശങ്കറുടെ ജന്മദിന പതിപ്പിൽ എഴുതിയ ലേഖനുണ്ട്. റജീന പ്രശ്നത്തിൽ അദ്ദേഹം ആടിയുലഞ്ഞപ്പോ, അകത്തു നിന്നും പുറത്തു നിന്നും അദ്ദേഹത്തിന് എതിർപ്പ് വന്നപ്പം, മനസ്സ് ചാഞ്ചാടിയപ്പോ ഞാൻ ശ്രീ രവിശങ്കറുടെ പ്രാണായാമക്രിയ പഠിച്ചാണ് ആശ്വാസം കണ്ടെത്തിയത്. ആര്? നമ്മളെ കുഞ്ഞാലിക്കുട്ടി. മുസൽമാനായ മനുഷ്യന്, മുസ്ലിം മതവിശ്വാസിയായ മനുഷ്യന് മനപ്രയാസം വന്നാൽ എന്തു ചെയ്യണമെന്നാണ് ഇസ്ലാം പറയുന്നത്? ആയത്തിൽ കുർസി ഓതണം, അല്ലാഹ് ഉള്ളംകൈയിലേക്ക് ഊതണം, പടച്ചവനെ ശരീരത്തിൽ തടവണം, ലോകനാഥനായ പടച്ചതമ്പുരാൻ രക്ഷ നൽകി സവിധത്തിൽ ഉണ്ടാകുമെന്ന് തീർച്ച. പരിശുദ്ധ ഖുർആന. മുസൽമാനായവന് മാനസിക പ്രയാസം വന്നാൽ അത് മറികടക്കാൻ ആയത്തിൽ കുർസി ഓതണം. ഓതാൻ നേരിലേറ്റാ, കുട്ടികൾ ഇപ്പൊ കളിക്കാൻ വന്നിട്ടുണ്ട് ബാലസംഘത്തിന്റെ, അതുകൊണ്ടാ. ആയത്തിൽ കുർസി ഓതണം, ഉള്ളം കൈയിലേക്ക് ഊതണം, ശരീരത്തിൽ തടവണം, ലോകനാഥനായ പടച്ചതമ്പുരാൻ രക്ഷ നൽകി സവിധത്തിൽ ഉണ്ടാകുമെന്ന് തീർച്ച. ഇതല്ലേ ഇസ്ലാം പാലിക്കേണ്ടത്? കുഞ്ഞാലിക്കുട്ടി പോയത് ശ്രീ രവിശങ്കർ അടുത്തേക്കാ. ഞാനതിന്റെ വിശദാംശങ്ങളൊന്നും പോണില്ല. മക്കത്തെ കയബക്ക് തീപിടിച്ചാലും ഐസ്ക്രീം കച്ചവടത്തിന്റെ ഷട്ടർ താത്തൂല എന്ന് പറഞ്ഞ കുഞ്ഞാലിക്കുട്ടിമാർ ഈ പാർട്ടിയെ നയിക്കുന്നിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം മതവിശ്വാസികളെ കാഫിറാക്കാൻ, ഫത്വ പുറപ്പെടുവിക്കാൻ ഒരു മൊല്ലാക്കാനും ഞങ്ങൾ സമ്മതിക്കില്ല. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഇതാ ഞങ്ങളുടെ നിലപാട്. അതുകൊണ്ട് ഇസ്ലാമിക ഭീകരവാദം, ഹിന്ദു ഭീകരവാദം, ക്രൈസ്തവ കുടിലത, ഇതെല്ലാം ഒരുമിച്ച് എതിർക്കപ്പെടേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ കാശ്മീരിൽ കഴിഞ്ഞ ദിവസം അക്രമം നടന്നില്ലേ? 28 മനുഷ്യർ പച്ചയായി കൊല ചെയ്യപ്പെട്ടില്ലേ? RSS എന്താ ചെയ്യുന്നത്? കിട്ടിയ ചാൻസിൽ അത് മുസ്ലിം വിരുദ്ധതയുടെ അടയാളമാക്കി മാറ്റാൻ പരിശ്രമിക്കുന്നു. കാരണം എന്താ? ഷഹാദത്ത് കലിമ ചൊല്ലാത്തവനെ അണ്ണാക്കിലേക്ക് വെടിവെച്ചു കൊന്നുന്ന ദൃക്സാക്ഷികളിൽ ചിലർ പത്രക്കാരോട് പറഞ്ഞത് ഉണ്ടാവും. ഷഹാദത്ത് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് അത് പരിചയമില്ലാത്തവൻ ഇസ്ലാമല്ലെന്ന് മനസ്സിലാക്കി അവനെ ഉടലോടെ കരിച്ചു കളഞ്ഞു എന്നാണ് ദൃക്സാക്ഷികളിൽ ചിലർ പറയുന്നത്. സത്യമായിരിക്കും അത്? ഷഹാദത്ത് കലിമയ്ക്കല്ല കുഴപ്പം, അത് അനധികൃതമായും അവിഹിതമായും അസുരവിത്തായും ഉപയോഗിച്ച ഇസ്ലാമിക ഭീകരവാദികൾക്കാണ്. അങ്ങനെയല്ലേ? ഒരുത്തൻ ടിക്കറ്റ് എടുക്കാതെ വണ്ടി കയറിയ കള്ളവണ്ടി എന്നല്ലേ പറയാ? ഈ അരപ്പൻ എന്തെങ്കിലും കുറ്റമുണ്ടോ? കള്ളവണ്ടി എന്നല്ലേ പറയാ? കേറിയത് ഇവനല്ലേ? അപ്പൊ അങ്ങനെ കുഴപ്പമുണ്ട്. ഇസ്ലാമിനല്ല കുറ്റം. ഞാൻ വിശദാംശം പറയല്ല. ഇസ്ലാമിക തീവ്രവാദികൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങളായി വ്യാഖ്യാനിക്കാൻ ദേശീയതയെ അടയാളമാക്കി ഹിന്ദു തീവ്രവാദികൾ പരിശ്രമിക്കുന്നുണ്ട്. ആ രാഷ്ട്രീയം നാം തിരിച്ചറിയണം.